ഒറ്റപ്പാലം ബ്രാഞ്ചിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ചിലർക്കെതിരെ ഡെബിറ്റ് റിക്കവറി അസസ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള ഒരു മേൽ നടപടിയും ഇതുവരെ എടുത്തതായി കാണുന്നില്ല. അമ്പലക്കര ഫാക്ടറി ഉടമ മിസ്റ്റർ ബാബുരാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 3,78,00,000 രൂപ. ഭരതകലാക്ഷേത്രം ഡ്രാമാസ്കോപ്പ് ഓണർ മിസ്റ്റർ അശോക് രാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 97 ലക്ഷം രൂപ. ഒരു നാടക കമ്പനിക്ക് 55 ലക്ഷം രൂപ ലോണ്. വെറും നാടകമല്ല സാർ, ഡ്രാമാസ്കോപ്പാ. ഹെലികോപ്റ്റർ സ്റ്റേജിലിറങ്ങും, വണ്ടികൾ സ്റ്റേജിൽ ചീറിപ്പായും, രക്തരക്ഷസ്വരും പേടിപ്പിക്കും. എന്തായാലും ലോൺ എടുത്തിട്ട് ഒരു തവണ പോലും റീപേയ്മെന്റ് ചെയ്യാത്തവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അത് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ഷൻ എടുക്കാഞ്ഞിട്ടല്ല സാർ, അമ്പലക്കര ഫാക്ടറിയിൽ ഒരു റിക്കവറി നോട്ടീസ് പതിക്കാൻ പോലും നമുക്ക് പറ്റാഞ്ഞിട്ടാ. ഗുണ്ടായിസോ പലതവണ നമ്മുടെ സ്റ്റാഫിനെ വിരട്ടി ഓടിച്ചിട്ടുണ്ട് ആ ഫാക്ടറി ഓണർ അമ്പലക്കര ബാബുരാജ്. വായിൽ നിന്ന് വൃത്തികെട്ട ഭാഷ പുറത്തു വരുള്ളൂ. ഫുൾ ടൈം മദ്യപാനി. അത് നുണയാണ് സാർ. ഉറങ്ങുമ്പോൾ അദ്ദേഹം ഒരു തുള്ളി പോലും കഴിക്കാറില്ല. മാത്രമല്ല ആ സമയത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാറില്ല. ബാങ്ക് ഡീറ്റെയിൽസിൽ ഇയാള് വളരെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ. ലണ്ടനിൽ നിന്ന് MBA വരെ എടുത്തിട്ടുണ്ട് സാർ. ബാങ്ക് നിർത്ത ലോണിനൊക്കെ വലുതാണോ ലണ്ടനിൽ നിർത്ത MBA? മിസ്റ്റർ വിജയൻ, നമുക്ക് നിയമപരമായി തന്നെ നേരിടണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ലോക്കൽ പോലീസിന്റെയൊക്കെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. ചക്രവർത്തി, അദ്ദേഹം മേക്കപ്പ് കഴിഞ്ഞു. എവിടെ അത്യാവശ്യമായിട്ടും കാണാൻ പറ്റില്ല. മേക്കപ്പ് കഴിഞ്ഞ് കോസ്റ്റ്യൂമിട്ടുള്ള 10 മിനിറ്റ് സമയം. അദ്ദേഹം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ലോകത്താണ്. എന്ന് പറഞ്ഞ ഈ ചക്രവർത്തി സിനിമയിൽ ഒരു താരമായാൽ പല ഹിറ്റുകളുടെയും പാർട്ട് 2 ഹീറോ ആയാൽ കൂടാതെ ദേശീയ പുരസ്കാരങ്ങളും കൂടി കിട്ടിയ അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അശോക ചക്രവർത്തിയുടെ സ്വപ്നം. ദൈവമേ, സ്വന്തം തൊപ്പി മണത്ത് ബോധം പോയാ. തുടങ്ങി. അതെ, ബാങ്കുകാര് ജപ്തി ചെയ്യാനായിട്ട് പോലീസുകാരായി നിന്റെ ഏട്ടന്റെ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ കാണുമ്പോ നിന്റെ ഏട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വാക്കേറ്റവും പിന്നെ കയ്യേറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് നിന്റെ ഏട്ടൻ അകത്താവും ചെയ്യും. കുറച്ചു മുമ്പ് ഏട്ടൻ വിളിച്ചപ്പോ പൂര ഫിറ്റായിരുന്നു. ഈ അവസ്ഥയിൽ അവരവിടെ എങ്ങനെ എത്തിയ എന്താ ചെയ്യാ? ഗോപിയാശാനെ, നാടകം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. നീ വരുന്നുണ്ടോ? നീ എന്തേലും ആവശ്യം പറഞ്ഞു വാട്ടാ. തൊഴിലാളികളുടെ ജോലി ഫാക്ടറി ഉടമ കോടികൾ ലാഭം കൊയ്യുമ്പോൾ പാവം തൊഴിലാളി ശമ്പളവും ബോണസും ആവശ്യപ്പെടുന്നത് തെറ്റാണ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കൊണ്ടുപോയി ഒട്ടിക്ക് റിക്കവറി നോട്ടീസ് തടയാൻ ആര് വരുന്നു ഞാൻ നോക്കട്ടെ. I am വിശ്വംഭരൻ, സോണൽ മാനേജർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മലബാർ. ഞാൻ ബാബുരാജ്, അമ്പലക്കര ബാബു എന്നും പറയും. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിയമ നടപടികൾ എടുത്തേ പറ്റൂ. സഹകരിക്കണം. തിരിച്ചെന്നോടും സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ല. കോടികൾ നേടും മുതലാളി. മിസ്റ്റർ ബാബുരാജ്, എന്താ ഇത്? ഇയാള് കേട്ടോ അവന്മാര് പറയണ കോടികൾ ഉണ്ടാക്കണ മുതലാളി ഞാനെന്ന്. എന്നിട്ട് ഈ മുതലാളി എന്താ ലോൺ തിരിച്ചടയ്ക്കാന്ന് ഈ തെണ്ടികൾ അന്വേഷിക്കട്ടോ? ബാങ്കിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അറിയണം. ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ പ്രൊഡക്റ്റുകളാണ് ഈ ലോറിയിൽ ഓടിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 മാസങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒറ്റ ലോഡ് പോലും പുറത്തേക്ക് ഇറക്കാൻ ഈ തെണ്ടികൾ സമ്മതിക്കില്ല. ഇതൊക്കെ സമയാസമയം മാർക്കറ്റിൽ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. അതെങ്ങനെ? കമ്പനി പൂട്ടിക്കാൻ ഇവനെ പോലുള്ള പീറ രാഷ്ട്രീയ തൊഴിലാളികളുടെ കൂടെ, ബാങ്ക് ജപ്തിയാവുന്ന അവരുടെ കൂടെ ഒരുത്തന് നന്നായി കാണാൻ താല്പര്യമില്ലല്ലോ. ബാബുരാജിന് പറയാൻ പല ന്യായങ്ങളും കാണും. പക്ഷെ ബാങ്കിന് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റൂ. ഓ, ബാങ്ക് ഒരു കാര്യം ചെയ്യും. ആ കിടക്കുന്ന ലോറികൾ മുഴുവൻ ലോഡ് അടക്കം പുഴുകിത്തിന് പോരെങ്കിൽ ടച്ചിങ്സിനകത്ത് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകുന്നതേ തുരുമ്പിടിച്ചു പോകുന്ന സാധനങ്ങളല്ല, കൊലാട്രൽ സെക്യൂരിറ്റി ചെയ്ത വസ്തുവകകളാ. എന്റെ കുടുംബം കുളന്നോട്ടെ വന്നിട്ട് തലവെട്ടി ഞാൻ ബാങ്കിന് മുമ്പിൽ വെക്കും. സാറിനോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ കഷ്ടി തലയാ. വെള്ളിയടിച്ചല്ലോ ചളായ. ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ. കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഗുണ്ടായുസം കാണിച്ച തെറ്റിന്. കടം മേടിച്ചതിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്നല്ലോ, ബാങ്കിൽ നിന്നല്ലേ. ഇയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് സാർ. ഉണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. സർക്കാർ ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതോ ബിവറേജ് കൊടുക്കുന്നതോ അതിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് തൊഴാനല്ല, കുടിക്കാനാ.
കുടിയുടെ കാര്യമൊക്കെ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ചെന്ന് ഉടനെ ജീപ്പ് കയറാൻ. വെള്ളം പറ്റേ. അയാളെ പറഞ്ഞു വിടരുത്. ഇയാളുണ്ടല്ലോ. എന്ത് നിയമത്തിന് നേരെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വിശ്വംഭരൻ. ആ മിസ്റ്റർ വിശ്വംഭരൻ, പ്ലീസ് കം 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 കം. ആ സി, ഒരു ഭാഗത്ത് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി, മറുഭാഗത്ത് സമരം, പിറകെ ജപ്തി. ആർക്കായാലും വട്ടുപിടിക്കും. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക. അയാളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു സാവകാശം കൊടുത്താൽ മതിന്നേ. അല്ല സാറേ, താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല്, മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ എന്തിനാ അയാളെ കണ്ട് ഇത്ര റെസ്പെക്ട് ചെയ്തത്? അത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോ അത് IPS കാരൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അവൻ പോലീസ് ഒന്നുമല്ല, പിന്നെ? ആ അമ്പലക്കര ബാബുവിന്റെ അനിയനാ അശോകൻ, അശോക ചക്രവർത്തി, നാടക നടൻ. കൊള്ളാം, അവൻ നല്ല നടൻ തന്നെ. പക്ഷേ അവന്റെ നടനം ആരുടെ മുന്നിലായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ തന്നെ 4-5 എണ്ണായി. നീ ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കണ്ട, ഫിനിഷ് ചെയ്യടാ. അതെ, എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ കുടിക്കുന്നത്, ചേട്ടന് വേണ്ടിട്ടാ. നീയൊക്കെ എന്ന് തന്നവനാടാ. മതി മതി, ഇപ്പൊ തന്നെ ഓവറാ. ഓവറാണേ കഴിക്കണ്ട. ഞാൻ എന്റെ കാര്യമല്ല ചേട്ടന്റെ കാര്യമോ ഞാൻ എനിക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കഴിക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ല, അത്ര മതി കഴിച്ച്. അയ്യോ, ചേട്ടനും അനിയനും കൂടി ആ ബാങ്കുകാരെ പറ്റിച്ചതിന്റെ പേരിൽ ചിയേഴ്സ് പറഞ്ഞ് സന്തോഷിക്കാനല്ലേ? എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ല. നീ കാര്യം പറ. ഇന്നത്തെ സംഭവം വിശ്വംഭർ സാറിന്റെ അഭിമാന പ്രശ്നമായി. എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജപ്തി നടപടികൾക്കായി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിതനായി. ഓംബുഡ്സ്മാനാ? ഓംബുഡ്സ്മാൻ ബാലസുബ്രഹ്മണ്യം. ഒരു പാലക്കാരൻ പട്ടര. അയാളേത് പട്ടരായാലും ശരി പരട്ടയാലും ശരി, ഇവിടെ കാലുകുത്തിയാളുടെ ഞാൻ കാല് വെട്ടും. ചുമ്മാ ഇരിക്കുന്നേ, അവിടെ ഇരുന്നേ. ഇവനെന്താ പഠിച്ചു? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ പിഴപ്പിച്ചേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് രഹസ്യങ്ങൾ ഇവിടെ ചോർത്താൻ പാടില്ലാന്ന്. ബാക്കി രഹസ്യം എന്റെ പട്ടി പറയും. പട്ടി ഇത് കുടിച്ചേ. വേണ്ട. അല്ല, നീ ഇത് കുടിച്ചേ. വേണ്ടെന്ന്. ശങ്കരനുണ്ണി. ബാക്കി പറയടാ. ബാക്കി ദാ ഈ ഫുള്ള് വെച്ചോ. ഇനി ഞാൻ നിന്നോട് മാത്രമേ പറയൂ. നീങ്ങ വന്നേ. ഈ ബാലസുബ്രഹ്മണ്യം ഒരു വെജിറ്റേറിയൻ പുപ്പുലിയ. അയാളുടെ വിധി കോടതി വിധിക്ക് തുല്യ. ഈ കാര്യത്തിന് മജിസ്ട്രേറ്റിന്റെ പദവിയാ. തിരിച്ചടക്കേണ്ട തുക തവണകളാക്കി തരാനും എഴുതി തള്ളാനും വരെ പവറുള്ള ആളാ. നാളെ ചെന്നൈയിൽ നിന്നെത്തും. ഫ്ലൈറ്റിലാ? അല്ല, വഞ്ചിക്ക്. കാര്യം പറയടാ. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. താങ്ക് യുടാ, താങ്ക് യു. നീ എന്തിനാ എനിക്കിട്ട് താങ്ക് യുടാ? എടാ, ബാങ്ക് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പുപ്പുലിയെ സ്വീകരിക്കാൻ നിനക്ക് പകരം ഞാൻ പോകുന്നു. എന്റെ ജോലി പോണ ഏർപ്പാടാണ്. ഗാലി, ഞങ്ങളുടെ കിടപ്പാടം പോണ ഏർപ്പാടാ. ശങ്കരനുണ്ണി, നിനക്ക് പകരം നാളെ ഞാനുണ്ടാവിടെ എയർപോർട്ടില്. ഒന്ന് പിടിക്കോ? ശരി. ഹലോ, ഞാനാണ് പാലക്കാട് ബാലസുബ്രഹ്മണ്യം. അതെ, നമസ്കാരം സാർ. ഈശ്വരൻ അനുഗ്രഹിക്കും. എന്താ തന്റെ പേര്? ചക്രവർത്തി. സോറി സാർ, പേരാണോ ചോദിച്ചത്? ശങ്കരനുണ്ണി. എന്താ സാർ നോക്കുന്നത്? ഞാൻ ബാങ്കിൽ അറ്റൻഡർ അല്ലേ? അതെ സാർ, പ്യൂൺ കം ഡ്രൈവർ കം 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 കം. ഇവിടുത്തെ ബാങ്കിൽ പ്യൂണിന്റെ വേഷം മുണ്ടാണോ? ബഹുമാനം കാണിക്കാനാണ് സാർ ഞാൻ ഈ മുണ്ടെടുത്തത്. ബഹുമാനം കാണിക്കാണോ? അതെ സാർ. സാറിനെ പോലെ വലിയൊരാൾ മുമ്പിലെത്തുമ്പോൾ മുണ്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ടാ മതി, അത് ബഹുമാനാവും. പാന്റ് ആകുമ്പോ പാന്റ് ഊരി ബഹുമാനം കാണിച്ചാൽ അത് വൃത്തിയേട് കാണിച്ചതല്ലേ പറയൂ സാർ. കൊള്ളാലോ. ഇങ്ങനെ തട്ടികള്. വണ്ടി വരും സാർ. വെൽക്കം ടു ഇന്ത്യ.